ഇത്തരത്തിലൊരു പ്രതിഷേധം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഇവിടേക്ക് വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചെല്ലാം നമ്മുടെ നാടിന് മുഴുവൻ അറിയാം. പാലക്കാട് ജില്ലയിൽ നിന്ന്, പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ വർഗീയ ശക്തികളുടെയും സഹായത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ വി.ഡി. സതീശൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ ഷാഫി പറമ്പിലിൻ്റെ കുഞ്ഞനുജനും അതിനപ്പുറത്തെ ബന്ധവുമുള്ള പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വളരെ ലജ്ജാവഹമായ കഥകളാണ്, ഞെട്ടിക്കുന്ന കഥകളാണ്, അറപ്പുളവാക്കുന്ന, ഉളപ്പ് ഇല്ലാത്ത കഥകളാണ് രാവിലെ തൊട്ട് ഇന്നലകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു MLA നിലക്ക് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹം അതിലുപരിയായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെയും മറ്റ് പുറത്തു നിൽക്കുന്ന മറ്റ് ചില വികസന പ്രവർത്തനങ്ങളുടെ ആകെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്. രാത്രിയായിക്കഴിഞ്ഞാൽ MLAയുടെ ജോലി വാട്സപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ അത് രണ്ടും ബ്ലോക്ക് ചെയ്ത ആളുകളെ ഗൂഗിൾ പേയിലെല്ലാം മെസ്സേജ് അയച്ച് അവരോട് മറ്റേ ആൾ നേരത്തെ എന്നാ ചക്കടപ്പെണ്ണ എന്നാ പറഞ്ഞതെങ്കിൽ അതേ മുൻഗാമിയായി രാത്രിയായി നിനക്ക് വല്ലാത്ത ജാടയാണല്ലേ മോളൂസേ, ജാടയാണല്ലേ, നിന്നെ കാണാൻ നല്ല ചന്തമുണ്ടല്ലോ, നീ നല്ലൊരു ചിത്രം അയച്ചു തരുമോ, നമുക്കൊന്ന് കൂടണ്ടേ, തിരുവനന്തപുരത്തും എറണാകുളത്തും അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാമുള്ള അത്യാഡംബര അത്യാധുനിക റെസ്റ്റോറൻറ്റുകളിൽ, ഹോട്ടലുകളിൽ ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, മോള് വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. കൈകാര്യം ചെയ്തതിന് ശേഷം പിന്നെ മൂപ്പര് ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കപ്പോൾ ഏറ്റവും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു ഓഡിയോ ഉണ്ട്. അച്ഛനില്ലാത്തതായി കുട്ടി വളരണം. എന്തൊരാശങ്കയാണ്! ആരാണ് അച്ഛൻ? ആരാണ് അച്ഛൻ? ഞങ്ങളിത് നേരത്തെ പറഞ്ഞു, ഇവൻ വ്യാജനാണ്, കള്ളനാണ്, വർഗീയവാദിയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലെല്ലാം ഡിവൈഎഫ്ഐയും ഈ നാട്ടിലെ ഇടതുപക്ഷവും എല്ലാം പറഞ്ഞു. അന്ന് അവനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കൈ മെയ്, ഇനിയിപ്പോൾ അവരുടെ എല്ലാ താല്പര്യങ്ങളും കൂടെയാണോന്നറിയില്ല, മറന്ന് പുറത്തിറങ്ങിയ ഷാഫി പറമ്പിലില്ലേ, ഷാഫി അണ്ണൻ തമ്പി, ആ ബന്ധത്തെക്കുറിച്ചൊക്കെ ആധികാരികമായ പല കാര്യങ്ങളും മറ്റ് ചർച്ച, ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല, വിഷയം അതേയല്ല. ഈ വൃത്തികെട്ടവനെ കുറിച്ച് വളരെ കൃത്യമായി നേരിട്ട് പരാതി നൽകിയ KPCC പ്രസിഡന്റ് വി.ഡി. സതീശൻ ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന, നോക്കൂ, പ്രതിപക്ഷ നേതാവ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നാട്ടിൽ എന്ത് നടന്നാലും പ്രതികരിക്കുന്ന ആളാണ്. രാവിലെ മൂപ്പര് പത്രക്കാരെ കണ്ടു പറയുന്നു, ലൈഫ് വേണ്ട, ഗെയില് വേണ്ട, മലയോര പാത വേണ്ട, ലോകത്ത് എന്ത് നടന്നാലും ആമസോണിലും മരം കത്തിയാലും ഇവിടെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്ന ഈ വി.ഡി. സതീശൻ എവിടെയാണ്? വാ തുറക്കുന്നില്ലല്ലോ. ഞങ്ങളൊന്ന് പറയുന്നോ, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, എവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ? എന്താണ്, മൗനവ്രതത്തിലാണോ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഷാഫി പറമ്പിൽ ഇപ്പോൾ അവിടെ MP സ്ഥാനമൊക്കെ അടുത്ത് മൂപ്പരിക്ക്, ഇപ്പോൾ MLA ആയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിൻ്റെ പിന്നിലാണോന്നറിയില്ല. എന്താ ഷാഫി വാ തുറക്കാത്ത? ഷാഫിക്ക, നിങ്ങളുടെ കുഞ്ഞിക്കയെക്കുറിച്ച്, കുഞ്ഞാനുജനെ കുറിച്ചാണ് ഈ നാട്ടിലാകെ പാടി നടക്കുന്നത്, ഞങ്ങളല്ല. ഇനി അദ്ദേഹം കോൺഗ്രസിൽ മെസ്സേജ് അയക്കുക ഒറ്റ ആൾക്കേ ബാക്കിയുള്ളൂ തന്നെ അറിഞ്ഞ്, സോണിയാഗാന്ധിക്കാണ്. അവർ ഇൻസ്റ്റാഗ്രാമിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയോട് പരാതി, അല്ല, അവർ അസുഖബാധിതയായ ശേഷം ഫേസ്ബുക്കിലൊക്കെ ഉണ്ടതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്ര ലൈവല്ല. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് പരാതി പറയാൻ പോയ ആൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തത്രേ, ചേച്ചി സാരി നന്നായിട്ടുണ്ട്, ഇനി വരുമ്പോൾ ചുരിദാർ മതി എന്നാണ് മെസ്സേജ്. എന്തൊരു ആഭാസനാണ്, എന്ത് വൃത്തികെട്ടവനാണ്, എന്ത് പരനാറിയാണ് ഈ മണ്ഡലത്തിൻ്റെ MLA. പാലക്കാടിന് ഇങ്ങനെ ഒരു MLAയെ ചുമക്കാനും സഹിക്കാനും പൊറുക്കാനും ഞങ്ങൾക്ക് ഈ പാലക്കാട് മണ്ഡലത്തിന് ഇത്തരം വൃത്തികെട്ടവനെ MLA ആയി ഒരു നിമിഷം. മറ്റതൊക്കെ നിങ്ങളുടെ കാര്യം, യൂത്ത് കോൺഗ്രസ് രാജിവെക്കണോ വെക്കണ്ടേന്നല്ല, MLA ആയിട്ട് പാലക്കാട് പറ്റില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അപ്പം ഞങ്ങളിവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് വന്ന്, ഓഫീസ് ഇവിടെ വേണോ വേണ്ടേ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. വീട്ടിലിരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് MLAക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊതു പരിപാടികളിൽ പങ്കെടുക്കാൻ പുറത്തിറങ്ങിയ ഞങ്ങൾ DYFI എന്താണ്, അതിൻ്റെ ചൂടുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിന് അറിയും.